മൂവിംഗ് ഓൺ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി ഏറെ ബഹുമാനത്തോടെ ഷെഫ് പിള്ളേനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ accepting our invitation and being here today. നമസ്കാരം. ഒരുപാട് സന്തോഷമായിട്ടാണ്. നമുക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട റിയാസ് ഭായിയെ കുറേ വർഷങ്ങളായിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം ഈ ഒരു സിനിമയുടെ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് കുറേ ഡിസ്കഷൻ ലൈബ്രറിയിൽ റെസ്റ്റോറൻറ്റ് തുടങ്ങിയ സമയം വരെ അവിടെ വന്നിരുന്ന് അതിനെക്കുറിച്ച് പറയുന്നതും അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റുകയും അതുപോലെ സലാംക്ക അദ്ദേഹത്തിനെയും അവരുടെ അടുത്ത് ഒരു എഫർട്ട്, കാരണം ഈ സിനിമയുടെ ഇടയിൽ ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലുണ്ടായ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമുക്ക് എൻ്റെ ഭാഗമാകാൻ പറ്റുകയും കുറേ ഹെൽപ്പൊക്കെ എൻ്റേതായ രീതിയിൽ ചെറിയ സംഭവമൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷേ ആ ഒരു എഫർട്ട്, ഇത്രയും ഒരു സിനിമയുടെ കൂടുതൽ ഒരു സിനിമ എങ്ങനെ ചെയ്യുന്നു അല്ലെ അതിന് ഇത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് അറിഞ്ഞത് ഇവരുടെ കൂടെ കുറേ നാൾ പോയപ്പോഴാണ്. അപ്പോൾ എനിക്കതിന് ഒരുപാട് ബഹുമാനമുണ്ട്. ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ആൾക്കാരും അവരുടെ മുമ്പിൽ വരാൻ പറ്റി. ഇതിനകത്ത് ചെറിയൊരു വേഷം നമ്മുടെ പുതിയ റെസ്റ്റോറൻറ്റിൽ മീനിൽ അയച്ചിട്ടായിരുന്നു എൻ്റെ ഒരു സോങ്, അതിനകത്ത് അഭിനയിക്കാൻ പറ്റി. അപ്പോൾ താങ്ക് യു സോ മച്ച് സലാമിക്ക, റിയാസ് ഭായ്, പ്രൊഡ്യൂസേഴ്സ്, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപിച്ചേട്ടനാണ് എൻ്റെ മ്യൂസിക്. അപ്പോൾ അതിന് എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ ഒരു സിനിമ വലിയ രീതിയിൽ നല്ല രീതിയിൽ, കാരണം എൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്ത ക്രൂവിൻ്റെ എഫർട്ട് നേരിട്ട് കണ്ട ഒരാളെന്ന നിലയിൽ വലിയൊരു വിജയമാവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. മാത്യുവിൻ്റെ സിനിമ നമ്മുടെ എല്ലാവരുടെയും. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി അഭിരാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഭിരാമം ഈ ഒരു സിനിമയിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. We request you to kindly come on stage and speak a few words. എല്ലാവർക്കും നമസ്കാരം. സിദ്ദിഖ, ഹായ്. എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. താങ്ക് യു സലാം ബുഖാരി, റിയാസ് ഭായ്, അഷർ ഭായ് ഈ സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചതിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ക്ഷണിക്കാതിരിക്കാമായിരുന്നു, പക്ഷേ ഞാൻ ഈ സിനിമയുടെ ഭാഗമായി അങ്ങനെ കുറച്ചധികം ദിവസം അല്ലെ ഒരു വർഷത്തെ ടൈം സ്പാനിൽ ചെയ്ത ഒരു സിനിമയാണ്. നമ്മൾ വന്നും പോയി അതിനിടയിൽ വേറെ സിനിമകളൊക്കെ ചെയ്തു വരുമ്പോഴേക്കും വീണ്ടും കുടുംബം ചോല ഫാമിലിയിലേക്ക് തിരിച്ചെത്തുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ സിനിമ തീരുമ്പോഴേക്കും നല്ല സന്തോഷമുണ്ട്, അതിലുപരി ചാരിതാർത്ഥ്യമുണ്ട്. ഈ സിനിമയിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഇനി മുന്നോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ. ലവ് യു ഓൾ. താങ്ക് യു. Thank you. We are all eagerly waiting to see a performance in the movie. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജിനോ ജോസ്. The very talented actor ജിനോ ജോസിനെ ആശംസകൾ അറിയിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ഡിഫറെന്റ് ലുക്കിലാണ് അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള ലുക്കാണോ ഇത്? ഹായ്, ഗുഡ് ഈവനിങ് എവരിബഡി. വളരെ സന്തോഷമുണ്ട് സലാംക്കാരുടെ സിനിമയിലും ഭാഗമാകാനായിട്ട്. ആൻഡ് ബിഗ് താങ്ക് യു ടു ഓൾ പീപ്പിൾ ഗാദർഡ് ഹിയർ, ഓൾ പ്രൊഡ്യൂസേഴ്സ് and all my fellow cast members. Nandi, namaskaram. Thank you. Thank you so much. അടുത്തതായി രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ടിനി ടോമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ടിനി ചേട്ടാ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. നല്ലൊരു കൈയ്യടി നൽകി തന്നെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. Here we have Tini Tom with us on stage. സംസാരിക്കണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ മൈക്കെടുത്ത ഒന്നില്ലെങ്കിൽ എയർലോ അല്ലെങ്കിൽ വേറലോ, കാരണം പറയാനുള്ളത് ഞാൻ കൃത്യം പറയുകയും ചെയ്യും. അതിന് മടി കാണിക്കാറില്ല. എല്ലാം വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള സലാം ബുഖാരി, സിദ്ദിഖ പറഞ്ഞ പോലെ തന്നെ എപ്പോഴാണ് പരിചയപ്പെട്ടെന്ന് ഓർമ്മില്ല. ജനിച്ച അന്ന് മുതൽ കണ്ട പോലെ, കാരണം ജാക്കി ചാൻ്റെ മാസ്റ്ററിൻ്റെ പോലെ വിളിക്കുന്നത്. അപ്പോൾ മലയാള സിനിമയുടെ മാസ്റ്ററായി മാറട്ടെ. എല്ലാവരും അടുത്താണ്. ഗോപി സുന്ദർ എല്ലാ ആക്ടേഴ്സിനെ കൊണ്ട് പാടിച്ചിട്ടുള്ളതാണ്. എന്നെ കൊണ്ട് വരെ പാടിപ്പിച്ചു. മംഗ്ലീഷിലെ ദുൽഖറിനൊപ്പം മംഗ്ലീഷ് എന്നുള്ള പാട്ട്. പിന്നെ സിദ്ദിഖ എൻ്റെ അഭിനയത്തിൽ ചിലരെ ഞാനിങ്ങനെ കാണുന്നവരാണ് ഗുരുക്കന്മാരായിട്ട്. എല്ലാ സിനിമ ഇറങ്ങിയാലും ആയിരം സ്റ്റാറിനെ വിളിക്കാറുള്ളൂ, സിദ്ദിഖിനെ വിളിക്കാറുള്ളൂ, വേറെ ആരും വിളിച്ച് പറയാറില്ല. അൻവർ റഷീദും അമൽ എന്നൊക്കെ പറഞ്ഞാൽ മഹാരാജാസ് കോളേജാണ് ഞങ്ങൾ. രണ്ട് ധ്രുവങ്ങളിലായിരുന്നു, രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ ഒരുമിച്ച് പോയിട്ട് മത്സരിച്ച് ഈ അടുത്ത് വൈറലായിരുന്നു. അമലിൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഫസ്റ്റ് കിട്ടിയത്, ഞാൻ മിമിക്രിയിലൊക്കെ പ്രൈസ് കിട്ടിയത്.
ജോജു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ ഇഷ്ടപ്പെട്ട് ജീവിച്ച ഒരുമിച്ച് കെട്ടിപ്പിടിച്ചിട്ടുള്ള ആൾക്കാരാണ്. പട്ടാളം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് പട്ടാളക്കാരായിരുന്നു. പക്ഷേ മാർച്ച് പാസ്റ്റ് ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 4 അടിയുള്ള ആൾക്കാർ. ലാസ്റ്റ് ലാൽജോ സാർ പുറകെ പിടിച്ച് നിർത്തി. കാരണം ഒരാളിങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കും. ഒരു ബന്ധമില്ല. ഞാൻ മിലിറ്ററി അല്ല മിമിക്രി എന്ന് അന്ന് പറഞ്ഞത്. അപ്പം എല്ലാവരും അടുത്ത ആൾക്കാരാണ്. സലാം ബുക്കാരിക്ക് എല്ലാ വിശ്വസം നേരുന്നു. എനിക്ക് മ്യൂസിക് ഭയങ്കര മ്യൂസിക്കായിട്ട് ബാസി പോയാൽ ബാസി ഉണ്ട്, അയ്യോ മൈ ബ്രദർ. അപ്പോൾ മ്യൂസിക്കായിട്ട് ഞങ്ങൾ കൂടിയിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. വീക്കെൻഡിൻ്റെ മ്യൂസിക് പോലെ തോന്നി എനിക്ക് ആദ്യത്തെ ഇലക്ട്രോണിക്. ഭയങ്കര സ്റ്റൈലിഷ്, ഭയങ്കര രസമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഫാനാണ്. ഇതാരാന്നുള്ളത് എനിക്ക് ഒന്ന് മാറ്റി തന്നെ ഇരിക്കും. വൂൾവറിൻ, മലയാളത്തിൻ്റെ ഒരു വൂൾവറിനായിട്ട് മാറട്ടെ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഒരാളുടെ മെസ്സേജും കൂടി അറിയിക്കാൻ പറഞ്ഞു. അനിൽ രാധാകൃഷ്ണൻ വേണം. ചാച്ചു, നമ്മളെല്ലാം ചാച്ചു എന്ന് വിളിക്കും. അദ്ദേഹത്തിന് വരാനിരിക്കുകയായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്സെറ്റായി. എന്താ പറ്റിയതെന്നുള്ളത് ഞാൻ പറയരുതെന്നും പറഞ്ഞു. എൻ്റെ അടുത്ത് എന്നെ പേടിയെ വിളിക്കുക, ഞാനത് വിളിച്ച് പറയുന്നത്. ചെറിയൊരു ഹെൽത്തിൻ്റെ ഇഷ്യൂ ഉള്ളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഇൻഷാല്ലാ നന്നായിട്ട് വരട്ടെ. സലാം ബുഖാരി. ബാസി ബുഖാരി എന്നാണ് പറഞ്ഞത്. ഹോട്ടലിൻ്റെ പേരാണ് ബുഖാരി അല്ലേ ശരിക്കും? ഇന്ത്യക്കാരനാണ് ശരിക്കും? ഇന്ത്യൻ അല്ലേ? അല്ല, ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത് ഇവിടെ നിന്നാ വന്നത്. ഒരു ഏരിയയിലൊക്കെ വന്ന പോലെയാണ് പെട്ടെന്ന് നമ്മുടെ മുന്നിൽ. അണ്ണൻ തമ്പിന് ഫാദറിന്റെ. ഞാൻ ഒരു കഥ കൂടി പറഞ്ഞോട്ടെ. കാരണം എന്നെ സിനിമയിലേക്ക് കയറാൻ ഒരു കാരണം അൻവർ റഷീദാണ്. കാരണം എന്നെ ബോഡി ഡബിളായിട്ട് മമ്മൂക്കയുടെ അണ്ണൻ തമ്പിയിൽ എന്നെ വിളിച്ചു. അപ്പൊ അൻവർ പറഞ്ഞു ഞാനൊന്നുമല്ല കേട്ടോ, മമ്മൂക്ക പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത്, അല്ലാണ്ട് തൻ്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറയാം എനിക്ക് സന്തോഷമുള്ളൂ. മമ്മൂക്കയുടെ അത്ര ക്ലോസ് ആവല്ല. അണ്ണൻ മമ്മൂക്കയാവുമ്പോൾ ഞാൻ തമ്പിയാവും, തമ്പി മമ്മൂക്ക പോകുമ്പോൾ ഞാൻ അണ്ണനാവും. അങ്ങനെ ഫ്രണ്ടിൽ മമ്മൂക്ക നിൽക്കുന്ന ഒരു ഷോട്ടിൽ അന്ന് അസോസിയേറ്റ് ആണ് സലാം ബുക്കാരി അവിടെ നിന്ന് ചിരിക്കേണ്ടത്. എന്തായാലും നല്ലൊരു കഥകൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ സുരാജിൻ്റെ മോനാണ് കൊച്ചേട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചീപ്പ് കൊടുത്ത് കരയാണ്ടിരിക്കുക. ടേക്കാണെന്ന് പറഞ്ഞപ്പോൾ ബുക്കാരി അത് തിരിച്ചു മേടിച്ചു. മമ്മൂക്ക ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല ചീത്ത പറയുക. അപ്പം ഞാനും അതേപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി. കാരണം ചീത്ത പറയാണ്. പുള്ളി അവിടെ നിന്ന് ചീത്തയും കേട്ട് ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോൾ എൻ്റെ ഇവിടെയാണ് കാണുന്നത്. കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞിട്ട് 1 കിലോമീറ്റർ ഓടി എത്തിയപ്പോൾ അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അന്ന് കിളി പോയതാണ്. അതാണ് കുറച്ച് വൈകിയത് സിനിമ എടുക്കാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാനുണ്ടായിരുന്നു. ദുൽഖർ നമ്മുടെ ഒപ്പമുള്ള ക്യാരക്ടറാണ്. പക്ഷെ ആദ്യ സിനിമ മുടങ്ങുന്നത് നല്ലതാണ്. അൻവറായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. പക്ഷെ അത് നടന്നില്ല. പിന്നെ ഫസ്റ്റ് ഫിലിമായി. ഇനി നമുക്കത് സെക്കൻഡ് സിനിമ ആയിട്ടാണ് അല്ലേ? അത് സെക്കൻഡ് ഫിലിമായിട്ട് വരട്ടെ. കാരണം ഒരുപാട് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയിൽ ഈ സിനിമയിൽ ഞാനില്ല. പക്ഷെ ആ സിനിമ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നടക്കും. ഒന്നും കൂടി നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം നല്ല സ്റ്റാമിലി, നല്ല വോയിസ്, വോക്കൽ പവർ. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത് ഭയങ്കര രസമായിട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ടിനി ചേട്ടാ. ഞങ്ങളെല്ലാവരും ഒരുപാട് ചിരിച്ചു ഇൻ ദോസ് ഫ്യൂ മിനിറ്റ്സ്. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭഗത് മാനുവൽ. മലർവാടി ഡേയ്സ്, കടത്തൻ മറയത്ത് തുടങ്ങിയ സിനിമകളിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറിയ നടൻ ഭഗത് മാനുവൽ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഉസ്താദ് ഹോട്ടൽ നടക്കുന്ന സമയത്താണ് ഞാൻ സലാം ഖാനെ കാണുന്നത്. അന്ന് അൻവർക്കാടത്തേക്ക് ചെല്ലാൻ ഭയങ്കര ഇപ്പോഴും പേടിയാണ്. ആ സമയത്തല്ല ഞങ്ങളെ എല്ലാം വളരെ കംഫർട്ടാക്കി കൂടെ നിർത്തിയ മനുഷ്യനാണ് സലാം ഖാൻ. ഒത്തിരി നന്ദിയാണ് സലാം ഖാൻ. എല്ലാം അടിപൊളിയാവട്ടെ. ഇത് അടുത്തൊരു ഉസ്താദ് ഹോട്ടലിലേക്ക് മുകളിൽ കയറുന്ന റേറ്റ് ആവട്ടെ. താങ്ക് യു. Thank you so much. Next, inviting on stage Shankar Indushurin, a very, very stylish actor in the house. താങ്ക് യു ഓൾ സോ മച്ച്. ഇതൊരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആദ്യ സിനിമയായ രക്ഷാധികാരി ബൈജു രഞ്ജിൻ പ്രമോദ് സാറിന്റെ സിനിമ ബിജു മേനോന്റെ ഒരു കഥാപാത്രമാണ് ചെയ്തത്. അപ്പൊ അതിനുശേഷം ഞാൻ LLB സ്റ്റുഡന്റ് ആയിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അതൊക്കെ നടന്നത്. അപ്പോൾ അതിനിടയിൽ കുറച്ച് സിനിമകളൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സിന്റെ ഒരു സിനിമ ട്രാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കൊച്ചു വേഷം വന്നിരുന്നു. അപ്പൊ അവിടെ വെച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന 2 ഫിലിം മേക്കേഴ്സ് ആ സിനിമയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അമ്മൂക്കയും അമൽ സാറും
അപ്പോൾ അവിടെ വെച്ചൊരു ദിവസം ഞാനിങ്ങനെ സലാംക്കെ അടുത്ത് പറഞ്ഞു എനിക്കൊന്ന് ഇവരുടെ അടുത്തൊന്ന് സംസാരിക്കണം. അപ്പോൾ സലാംക്ക പറഞ്ഞു നിന്റെ സിനിമ അവർ കണ്ടിട്ടുണ്ട്, നിന്നെ പറ്റിയൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു എനിക്ക് ആ സീൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. മറ്റേ SH കോളേജിൽ ആ ഒരു സ്റ്റേയേഴ്സിൽ ഇങ്ങനെ ഇവർ മൊത്തം ഇറങ്ങി വരാറ്. നമ്മളിങ്ങനെ ഇപ്പൊ നോക്കുമ്പോൾ ഒരു അവെഞ്ചേഴ്സ് സിനിമയില് എല്ലാ സൂപ്പർ ഹീറോസ് ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന പോലെ അമൽ സാറും അൻവർ റഷീദ് സാറും അതിന്റെ ക്യാമറാമാനും കോസ്റ്റ്യൂമും മേക്കപ്പ് എല്ലാവരും ഇറങ്ങി വന്ന് നമുക്ക് ആദ്യം പറഞ്ഞത് ഒരു അപ്രിസിയേഷൻ ആണ്. ലൈക്ക് നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ, നല്ല രസമുള്ള ഒരു സിനിമയായിരുന്നു, നന്നായിട്ട് നീ അതിൽ പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ആസ് എൻ ആക്ടർ ആ ഒരു ആദ്യത്തെ സിനിമയിൽ അന്ന് ആ ഒരു മൊമെന്റിൽ കിട്ടിയൊരു അപ്രീസിയേഷൻ ശരിക്കും എനിക്കിപ്പോ ഈ ഒരു മൊമെന്റിലൂടെ നിൽക്കുന്നത് വരെ ഞാനത് എപ്പോഴും എനിക്ക് ജീവിതത്തിൽ എടുക്കുന്ന പല പല ലോ പോയിന്റ്സിലും അല്ലെങ്കിൽ പല പല സങ്കടം വരുന്ന നിമിഷങ്ങളിലൊക്കെ എനിക്ക് ഇതൊരു വലിയൊരു പുഷായിരുന്നു. അപ്പോൾ ഐ താങ്ക് ബോത്ത് ഓഫ് യു. ലൈക്ക് ഞാൻ അത്രയും അഡ്മയർ ചെയ്യുന്ന 2 മാസ്റ്റർ ഫിലിം മേക്കേഴ്സ് ആണ്. സോ അവരുടെ കൂടെ അവരുടെ ഒപ്പമാണ് ഞാൻ സലാംക്കയെ പരിചയപ്പെടുന്നതും അവരുടെ സിനിമയിലാണ് ഞാൻ സലാംക്കയെ പരിചയപ്പെടുന്നതും. സോ അത് തന്നെയാണ് സലാമിക്കയായിട്ടുള്ള കണക്ഷൻ. സോ ഐ താങ്ക് യു സലാമിക്ക. സോ നേരെന്ന് പറഞ്ഞൊരു സിനിമയിൽ സിദ്ദിഖയുടെ കൂടെ ഒരു വേഷം, ലാൽ സാറിന്റെയും സിദ്ദിഖയുടെയും ഒക്കെ കൂടെ ഒരു വേഷം ചെയ്യാൻ സാധിച്ചു. അപ്പൊ അത് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എല്ലാവരും എന്നെ വില്ലൻ എന്നൊക്കെ വിളിച്ച് നടക്കുന്ന ഒരു സമയത്താണ് ഇത്രയും എന്താ പറയാ ഒരു ചോക്ലേറ്റോ അല്ലെങ്കിൽ ഒരു ഇത്തിരി പഴം എന്നൊക്കെ വേണമെങ്കിൽ പറയാം പ്രിഞ്ചായിട്ട് അങ്ങനെ നടക്കുന്ന വളരെ ഒരു സാധാരണക്കാരൻ എന്നെ പോലെ തന്നെ ഒരു വ്യക്തിയുടെ ഒരു കഥാപാത്രമാണ്, ഒരു ഫോട്ടോഗ്രാഫറാണ്. അപ്പോ വളരെയധികം എന്താ പറയാ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ജോണറും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രവും എനിക്ക് തന്ന സലാംക്കയ്ക്കും ഇതിന്റെ റൈറ്റേഴ്സിനും ഞാൻ ആദ്യം നന്ദി പറയുന്നു. കാരണം അങ്ങനത്തെ ഒരു എന്താ പറയാ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ആസ് എൻ ആക്ടർ നമുക്കൊരു വലിയൊരു ടേക്ക് ഓഫ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഒരു വേറൊരു വേഷം, ഒരു എല്ലാ രീതിയിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷം ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വെച്ച് നോക്കിയാലും ഈ ഒരു സിനിമ വലിയൊരു ബോണസ് ആണ്. ഞാനിപ്പോ ഈ പാട്ടിൽ നമ്മുടെ മുഖവും അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഇറ്റ്സ് ലൈക്ക് മാനിഫെസ്റ്റേഷൻ. ഗോപി സുന്ദർ ചേട്ടൻ്റെ ഞാൻ ഒരുപാട് എന്താ പറയാ എന്റെ സ്പോട്ടിഫൈ പ്ലേലിസ്റ്റിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, someone who I admire and also very honored to work with them. Everyone, വിഷ്ണു ചേട്ടൻ്റെ DOP, സമീർ ചേച്ചി, റോണക്സ് ചേട്ടൻ, ഞാൻ ഡിപ്പാർട്ട്മെന്റ്സ് പറഞ്ഞ എല്ലാവരെയും പറയണം വിട്ടുപോയ വിനായകന്റെ കാര്യങ്ങൾ. നേരിലും വിനായകായിരുന്നു ലിറിക്സ് എഴുതിയത്. അപ്പോൾ ഇതിലും അതിമനോഹരമായിട്ട് വിനായക് ശശികുമാർ ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള വിഷ്വൽസ് ആണ് വിഷ്ണു ചേട്ടൻ ചെയ്തത്. അപ്പോൾ ഇതിന്റെ ഭാഗമാകാൻ സാധിച്ച ഒരു വലിയൊരു അനുഗ്രഹമായിട്ടൊരു ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ ഞാൻ കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം ആവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ ഈ ജേണി എപ്പോഴും വേണം. അപ്പോൾ ജോർജ് ചേട്ടനും ഞാൻ വളരെയധികം എന്താ പറയുക എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ള ഒരു ആക്ടറാണ്. ആ ഒരു ജേണി ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ആളാണ്, ചേട്ടൻ്റെ ഇന്റർവ്യൂസും എല്ലാം. സോ ഇറ്റ്സ് an honor. Also the big guy മാത്യു. അപ്പോൾ ഞാൻ ഭയങ്കര അധികം എന്താ പറയുക ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു പെർഫോമറും കൂടിയാണ് മാത്യു. സോ ഓൾ ദി ഇൻഡസ്ട്രീസ് സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി അപ്കമിംഗ് കളറാണ്. ഓണർ ടു ഈവൻ വർക്ക് വിത്ത് യു ആൻഡ് ഓൾ ദി അതർ ടാലൻസ്. ഒരുപാടധികം സന്തോഷം ഈ സിനിമയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ സാധിച്ചു. താങ്ക് യു ഓൾ സോ മച്ച്. താങ്ക് യു. Thank you so much, Shankar. Indeed, a very inspiring story. The power of man's manifestation. Wishing you the very best. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ചൈതന്യ പ്രകാശിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. One of the strong female leads we have in the movie, the very beautiful actress Chaitanya. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ആദ്യം തന്നെ സലാംക്കയോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് സലാംക്ക. അതുപോലെ എനിക്ക് അഭിരാമി ചേച്ചിയോടും പറയാനുണ്ട്. ചേച്ചി എൻ്റെ പേര് സജസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സിനിമയിൽ പക്ഷേ എന്നെ അറിയത്ത് പോലും ഉണ്ടായിരിക്കില്ല സലാംക്ക. എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ തന്നിട്ടും എല്ലാം ഒരുപാട് നന്ദിയുണ്ട് സലാംക്ക. പിന്നെ സലാംക്ക ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഒരു പാവം മനുഷ്യനാണ് സലാംക്ക. പിന്നെ അത്രയേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സലാമക്ക് ഒരു പാവം മനുഷ്യനാണെന്നാണ് ചൈതന്യ ഇവിടെ പറഞ്ഞത്. അങ്ങനെയാണോ? ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് അങ്ങനെയാണോ? ആണെങ്കിലും ഒന്ന് കൈപിടിക്കാമോ? അങ്ങനെയാണ്, ഒരു സംശയമില്ല. സലാമക്കയുടെ സൈഡിൽ കൈപിടിക്കുന്നുണ്ട്. Anyway, moving on, I would like to invite the very beautiful Wafa Khadija on stage to speak a few words. വളരെ സുന്ദരിയായ ഒരു നടിയാണ് വേദിയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കൈയ്യടി നൽകി തന്നെ സ്വാഗതം ചെയ്യാം. Requesting Wafa Khadija to speak a few words. ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ആക്ച്വലി വെരി ലാസ്റ്റ് മിനിറ്റ് കാസ്റ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഇന്ന് കോൾ വന്നാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് മോർണിംഗ് ഐ വാസ് ഓൺ മൈ വേ ടു ലൊക്കേഷൻ. ബട്ട് ഐ എം
so happy that I got that call, and that was thanks to Samira. Thank you so much, Salamika, for casting me. This project is very special to me because dancing is my first love. I love dancing. And school and college കഴിഞ്ഞിട്ട് dance ചെയ്യാനുള്ള opportunity കിട്ടിയിട്ടില്ല until this film happened. And with Shobi Master, with such a beautiful cast, Chaitanya, Gabri, you are excellent dance partners. Thank you so much. I had a great time. Thank you everyone in the cast and crew. I'm actually കുറച്ച് socially awkward, so I might seem very quiet and put together, but in my head, I'm fangirling about all of you right now. So thank you so much. I'm so honored to be here. Thank you. Thank you so much, Wafa, for the very sweet words. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിനായി ഗബ്രിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The Big Boss star and the very sweet actor Gabri joining us on stage. ആക്ടർ എന്ന് പറയുന്നത് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ബേസിക്കലി ആദ്യം തന്നെ എനിക്ക് ദൈവത്തിനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം ഇപ്പോൾ ബിഗ് ബോസിനടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് അങ്ങനെ അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് അതൊരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം ഈ ദിവസമായിരുന്നു ഞാൻ എവിക്റ്റായ ദിവസം. അന്ന് ഭയങ്കര ഒരു എന്താ പറയുക നെഗറ്റിവിറ്റിയുടെ ഒരു ഭയങ്കര ഹൈറ്റിൽ നിന്നിട്ട് അത്രയും വിഷമിച്ചിട്ടുള്ളൊരു സമയമാണ്. ഈ വർഷം കറക്റ്റ് ഒരു 365 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ദൈവമായിട്ട് എന്നെ ഈ ഒരു വേദിയിൽ എത്തിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ താങ്ക് യു പറയേണ്ടത് ആദ്യം റിയാസ്കിനോടാണ്. കാരണം ഞാനും ഇതുപോലെ തന്നെ ലാസ്റ്റ് മൊമെന്റ് കാസ്റ്റ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ റിയാസ്കയുടെ ഫാമിലി സജസ്റ്റ് ചെയ്തിട്ടാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചത്. സലാമക്ക വിളിച്ചു സംസാരിച്ചു. താങ്ക് യു സോ മച്ച് സലാമക്ക എനിക്ക് ഇങ്ങനൊരു അവസരം തന്നതിന്. അതുപോലെ തന്നെ ഇപ്പോൾ വഫ നേരത്തെ പറഞ്ഞു വഫയുടെ ഫസ്റ്റ് ലവ് ഡാൻസ് ആണ്, എൻ്റെ ലാസ്റ്റ് ലവ് ആണ് ഡാൻസ്. അതും നമ്മുടെ ഷോബി മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ആക്ച്വലി റിഹേഴ്സൽസ് ഒന്നും ഇല്ലാതെ നേരെ സെറ്റിൽ വന്ന് എന്നെ ഫുൾ കോട്ട് ഷൂട്ടൊക്കെ ഇടിപ്പിച്ച് ഹെയർ സ്റ്റൈലൊക്കെ അരമണിക്കൂർ എടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത് റിഹേഴ്സൽസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടു നിർത്തി മുഴുവൻ വേർത്ത് കുളിച്ച് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഇപ്പോഴും അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മുട്ടിടിക്കും. കാരണം എല്ലാവരും കാണുമെന്നുള്ളത് സംഭവം ഡാൻസിന്റെ. പക്ഷെ ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ ഷൂട്ടിംഗ് ഫോർ ദിസ് മൂവി. എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ശേഷം ഞാൻ ഇത്രയും വലിയൊരു പ്രൊഡക്ഷൻ്റെ കൂടെ ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിലൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്. സിദ്ദിഖാൻ്റെ കൂടെ ഒക്കെ കുറേ നേരം ഇരുന്ന് സംസാരിക്കാനും എല്ലാവരുടെ കൂടെ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടി. ഇവനൊരു ഗോപിചേട്ടൻ്റെ ഒരു അടിപൊളി പാട്ടിൻ്റെ ഫേസ് ആവാൻ പറ്റി. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനും ഇവിടെ ഒരുപാട് പേര് കണ്ടിങ്ങനെ ഓസ്ട്രൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് സലാമക്ക. ബാക്കി എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ മൂവി. താങ്ക് യു. Thank you, Gabri. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് ഇതാണ്. Anyway, wishing you the very best, Gabri. Moving on, I would like to invite on stage Jijina and Hasla to speak a few words. രണ്ടുപേരും ഒരുമിച്ച് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. Inviting Jijina and Hasla, the beautiful actresses of the movie. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത കാര്യമാണ് മാത്യുവിൻ്റെ നായികയായിട്ട് എപ്പോഴെങ്കിലും സിനിമയിൽ വരണമെന്ന്. അത് എനിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന സലാമക്കിട്ട് ഒരുപാട് നന്ദിയുണ്ട്. സലാമക്ക ഫ്രം ദ ബിഗിനിങ് എൻ്റെ ഫസ്റ്റ് പടം ആയതുകൊണ്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഹി വാസ് മോട്ടിവേറ്റിംഗ് മീ. ഭയങ്കര ത്രൂ ഔട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു എന്നെ ചെയ്യിപ്പിച്ചെടുക്കാൻ. ബട്ട് താങ്ക് യു സോ മച്ച് സലാമക്ക. ഒരു മിനിറ്റ് ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യാണ്. ഇഷ്ടമൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും പ്രിയ താരം ആസിഫിക്ക ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഹാപ്പി വെൽക്കം ടു യു ആസിഫിക്ക. Thank you so much ആസിഫിക്ക for joining us on this wonderful evening. ഏറെ സ്നേഹത്തോടെ ഏറെ സന്തോഷത്തോടെ ആസിഫിക്കയുടെ ഈ ഒരു സായാഹ്നത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈയ്യടി നൽകി അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. ഹാപ്പി വെൽക്കം ടു യു. Good evening, everybody. First of all, I want to thank my director, Salam sir, for considering me for this project. And also my dear producers, Riyaska, Azrika, and special thanks to Siddiq sir. And I'm so delighted to be a part of this project, and I hope this movie will do really great. Thank you. Thank you so much.
അടുത്തതായി വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയ നടൻ ആസിഫ് അലിനെയാണ്. ആസിഫ്, പ്ലീസ് റിക്വസ്റ്റിംഗ് യു ടു ജോയിൻ us here on stage. താങ്ക് യു സോ മച്ച്. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും സ്റ്റൈലിഷ് ആയിട്ട് ആസിഫ് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം എന്താണ് ഈ ഒരു മ്യൂസിക് ലോഞ്ചിന്റെ വേദിയിൽ പറയാനായിട്ടുള്ളത്? ഒന്നുമില്ല, എല്ലാവർക്കും നന്ദി. ഏറ്റവും വലിയ വിശേഷം സലാം ബുഖാരി, മിസ്റ്റർ സലാം ബുഖാരി സിനിമ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സന്തോഷം അത് തന്നെയാണ്. ഞാൻ സിനിമയിൽ വന്ന കാലം മുതൽ പരിചയമുള്ള ഒരാളാണ്. എപ്പോഴും ഒന്നും കാണാറില്ലെങ്കിലും സംസാരിക്കാറില്ലെങ്കിലും എപ്പോഴും ഒരു ചേട്ടന്റെ സ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പടം ചെയ്യുന്നു, അത് അവസാനം അത് സംഭവിച്ചു, അതിന്റെ ഓഡിയോ റിലീസ് സംഭവിക്കുന്നു, അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. Thank you so much, ആസിഫിക്ക സ്റ്റേജിൽ നിൽക്കുന്ന ഈ സമയം ഒന്ന് സ്റ്റേജിൽ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഞാൻ സലാം സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പ്ലീസ് ഓൾസോ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ദി പ്രൊഡ്യൂസേഴ്സ് ടു കം ഓൺ സ്റ്റേജ്. പ്രൊഡ്യൂസേഴ്സ് രണ്ടുപേരും ഒന്ന് വേദിയിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ലെറ്റ്സ് ക്യാപ്ചർ ദിസ് മൊമെന്റ് ഇൻ എ ഫ്രെയിം. Yes, Asa sir and Riya sir, the producers are also here with us on stage. Okay, അവിടുന്ന് ക്യാമറ ടീം നിങ്ങൾ ഫ്രണ്ടിലോട്ട് വന്ന് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. സോ പ്ലീസ് കുറച്ച് മുൻപോട്ട് വന്ന് നിൽക്കുകയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ടേക്ക് ഗുഡ് പിക്ചേഴ്സ്. താങ്ക് യു സോ മച്ച് ആസിഫിക. ഒരിക്കൽ കൂടി ഇന്നത്തെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്നതിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. യെസ്. And next, I would like to invite on stage a scriptwriter Ellen Roni and cameraman Vishnu. രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായി ഇരുവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Cameraman Vishnu Tanashiri and scriptwriter Ellen Roni. ഒരു സിനിമ ആദ്യം ക്ഷണിക്കുന്നത് തീർച്ചയായും സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ മനസ്സിലാണ്. Here we have the writer with us on stage and also the cameraman. Hi, ഞാനാണ് റൈറ്റർ. 2 വർഷം കൊണ്ട് അൻവർ സാറിനോട് കഥ പറയാൻ പോയിരുന്നപ്പോൾ അതേ വരവിലാണ് ഞാൻ ടോട്ടലി I don't know. And thank you so much Anwar Rashid sir. Thank you so much for listening to me. You are a great listener, you are a great human being. You got great patience. Thanks so much for that. Thank you so much Salam Bhari. Thank you so much DOP. Thank you so much to all cast and crew, Siddiq sir, Matthew. And thank you so much everyone. Thanks. സലാം സർ പോവരുത്. ഇത്രയും നേരം സർ മൈക്ക് പാസ് ചെയ്ത് കളിക്കുകയായിരുന്നു. ഇനി സാറിനെ ഞാൻ സെന്റർ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. Ladies and gentlemen, here we have the man of the moment, the captain of the ship. ഏകദേശം 20 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു ഈ ഒരു ആദ്യത്തെ ഡയറക്ടോറിയൽ ഡെബ്യൂവിന് വേണ്ടി. എനിക്കറിയാം ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന ഒരു നിമിഷം. എന്താണ് സാർ ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്? നന്ദിയാണ് എനിക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. കാരണം ഞാൻ ഏറ്റവും സംസാരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു ദിവസമായിരുന്നു ഇന്ന്. വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചായിരുന്നു. സംഭവിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി. ഇത് സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ആദ്യം നന്ദി പറയാൻ കടപ്പാടുള്ളതും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അഷറബീർ, റിയാസ് കെ മുഹമ്മദ്. അവർ ഈ പ്രോജക്റ്റിൽ കട്ടക്ക് കൂടെ നിന്നുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് നടന്നതും അവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്കിപ്പോൾ ഡയറക്ടറാകാൻ പറ്റിയത്. അത് ആദ്യം ഞാൻ അവരോട് എൻ്റെ കടപ്പാടാണ് അറിയിക്കുന്നത്. എല്ലാം ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അഷർ, താങ്ക് യു സോ മച്ച് റിയാസ് കെ മുഹമ്മദ്, ആലിയ, നീതു, എല്ലാവർക്കും നന്ദി. പിന്നെ ഈ പ്രോജക്റ്റ് ഇത് എല്ലാം റെഡിയാക്കി തരാനും എൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടെല്ലാം സെറ്റ് ചെയ്യാനും എന്നെ സഹായിച്ച എൻ്റെ ഗുരുവിനായ എൻ്റെ പ്രിയപ്പെട്ട അമ്പുക്ക, ഡോക്ടർ അൻവർ റഷീദ്, അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്. പിന്നെ അമൽ സാറും ഞാനൊരു പടം ചെയ്യണമെന്ന് ഒരുപാട് വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അമൽ തിരു സാറിനും നന്ദി പറയുന്നു. പിന്നെ സിദ്ദീഖ് നേരത്തെ പറഞ്ഞ പോലെ ഓരോ സിനിമ അല്ലെങ്കിൽ കഥ പ്ലാൻ ചെയ്യുമ്പോഴും അതിൽ സിദ്ദീഖിന് ഒരു വേഷം ഉണ്ടാവും. ഞാൻ പോയി പല പല കഥകൾ പറയും, ക്യാരക്ടർ പറയും, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതിൽ സംഭവിച്ചു. സിദ്ദീഖിനെ ഒരു പടം ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭാഗ്യമുണ്ട്, സന്തോഷം.
പിന്നെ DOP വിഷ്ണു തണ്ടാശ്ശേരി, അദ്ദേഹം എൻ്റെ കൂടെ കുറേ നാൾ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തതിനാണ് ഇതിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്തതും ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ ലെവലിൽ തന്നെ അലാൽമേൽ എനിക്കത് എടുത്തു തരാൻ സാധിച്ചിട്ടുണ്ട്. താങ്ക് യു വിഷ്ണു തണ്ടാശ്ശേരി. ഇന്നത്തെ ഇവൻ്റെ മ്യൂസിക്കിലാണോ? അപ്പോൾ തീർച്ചയായും ഗോപിച്ചേട്ടനോട് ഞാൻ ഇതുപോലെ നേരത്തെ ഒരു പാട്ടൊക്കെ നേരത്തെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ പടത്തിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റി. ചേട്ടൻ ഏറ്റവും മനോഹരമായ ഒരു 4 ഗാനങ്ങൾ എനിക്ക് തന്നു. ഞാൻ പറഞ്ഞത് ചേട്ടനത് തന്നു കഴിഞ്ഞാൽ കറക്റ്റായിരുന്നു, അധികം കറക്ഷനൊന്നും വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ചേട്ടൻ കേട്ടിരുന്നത് കൃത്യമായി ചെയ്തു. ഏറ്റവും നല്ല പാട്ടുകൾ തന്നതിന് ഗോപിച്ചേട്ടൻ നന്ദി. പിന്നെ വിവേക് ഹർഷൻ, എഡിറ്റർ വിവേക് ഹർഷൻ, സമീറ സനീഷ്, ജോസഫ് ഏട്ടൻ, ആർട്ട് ഡയറക്ടർ ജോസഫ് ഏട്ടൻ, അങ്ങനെ എല്ലാവരും. പിന്നെ മാത്യുവിനോടാണ് ഞാൻ ഈ കഥ ആദ്യം പറയുന്നത്. മാത്യു കഥ കേട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അതെല്ലാം ഹാപ്പിയാണ്, നമുക്ക് ചെയ്യാം. അങ്ങനെ മാത്യു ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് തുടങ്ങി. പിന്നെ ഇവിടെ വിശിഷ്ട ജോജു ഞാനും ഇതുപോലെ കുറേ പടങ്ങൾ 1-2 പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും പുറത്തൊരുപാട് സുഹൃബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ജോജു എത്തിച്ചേർന്നു, ജോജുവിനും നന്ദി. ആസിഫും എല്ലാവരും വന്ന് ആസിഫിന് നന്ദി. ബാസി ഇതുപോലെ ഞങ്ങൾ പാട്ട് എഴുതി അവൻ പാടാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി പാട്ട് എഴുതി പാടി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും അത് പടം കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ബാസിക്ക് നന്ദി. പിന്നെ എൻ്റെ കൂടെ ടിനിറ്റോം ഇവിടെ വന്ന് എന്നെക്കുറിച്ച് പ്രസംഗിച്ചു, കുറച്ച് ട്രോളുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി തന്നെ താങ്ക് യു. എന്തായാലും ടിനിയും വന്നു, അങ്ങനെ സന്തോഷം എല്ലാവർക്കും. ജിനു, അഭിരാം, പിന്നെ ചൈതന്യ, വഫ, സുരേഷ്, ഷെഫുള്ള സർ, അർജുൻ, ഗണേഷ്, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട എഡീസ്, എൻ്റെ എൻ്റെ സുഹൃത്തുക്കളാണ് കണ്ണൻ, അർജുൻ, അജ്മൽ ഹംസ, അഭിരാമി, തോമസ് കുട്ടി രാജു, രവീണ, അങ്ങനെ എല്ലാവർക്കും. പിന്നെ എൻ്റെ അമ്മച്ചി, എൻ്റെ സഹോദരി സഹോദരൻ ഫാമിലി, എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ഒരിക്കലും നന്ദി പറയുന്നു. അപ്പോൾ എൻ്റർ മീഡിയ എല്ലാവരുടെ ഈ ഉടുമ്പൻചോല വിഷൻ, അഷറമീറും എല്ലാ സുഹൃത്തുക്കളായ അഷറും റിയാസ് അവർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഉടുമ്പൻചോല വിഷൻ എല്ലാവരും കണ്ട് വിജയമാക്കി തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. Thank you so much, sir. എല്ലാവിധ ആശംസകളും നേരുന്നു. Of course, we cannot wind up our show without inviting one special person on stage. ഇവിടെ പലരും ആ ഒരു വ്യക്തി സ്റ്റേജിലേക്ക് വരാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ മലയാളത്തിലെ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ തന്നെ one of the most popular actor, make some noise for Matthew Thomas. നല്ലൊരു കൈയ്യടി നൽകി തന്നെ മാത്യുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. One of the lead actors of our movie. So Matthew, what do you have to say? എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാവർക്കും താങ്ക് യു. സലാമിക്കയോട് നന്ദി പറയുന്നു. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു ഫിലിമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ റിലീസിന് വേണ്ടി. കാരണം ഞങ്ങൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു വർഷത്തോളം തന്നെ ഞങ്ങൾ ഇതിനെപ്പറ്റി ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ സലാമിക്കയുടെ കൂടെ ഇരിക്കാൻ പറ്റി. അപ്പോൾ ഒരു സിനിമ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഡയറക്ടറിൻ്റെ ഒപ്പം ക്രൂവിൻ്റെ ഒപ്പം അത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ ഒട്ടും കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സലാമിക്ക ഭയങ്കര രസമായിട്ട് ഭയങ്കര രസമായിട്ടാണ് സിനിമ കൺസീവ് ചെയ്തേക്കുന്നത്. ദ ഹോൾ ടീം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഈ കുറുക്കൻ മാത്യു ആണോ? അറിയില്ല, എനിക്കറിയില്ല. നോക്കാം. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അപ്ഡേറ്റ് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? ഒരു ക്ലൂ. എന്റെ ക്യാരക്ടറിന്റെ പേര് മിഥുൻ എന്നാണ്. ഞാൻ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞ സിനിമയുടെ കഥ പറയേണ്ടി വരും. അപ്പൊ ഒരു പറഞ്ഞാല് ഒട്ടും ഡിസപ്പോയിന്റിങ് ആയിരിക്കില്ല. ഭയങ്കര എന്താ പറയാ, ഒരു കുറെ ഡിഫറെന്റ് മൊമെന്റ്സ് ഉണ്ട് പടത്തില്. നമ്മൾ സിനിമ ഈ ദിശയിലായിരിക്കും പോകുന്നതെന്ന് ഒട്ടും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് കാണാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. ആ ഒരു ഇത് എസൻസ് കിട്ടും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാത്യു. അപ്പം ആ ഒരു സസ്പെൻസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സിനിമ തിയേറ്ററുകളിൽ പോയി കാണാം.
സോ ഇന്നിവിടെ ഈ സിനിമയിലെ 3 പാട്ടുകളാണ് ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും നമ്മളിവിടെ കേട്ടതുപോലെ 4 സോങ്സ് ആണുള്ളത്. ഇൻഫാക്ട് I truly believe that the 4th song is the main highlight of the movie. Power-packed, high energetic song ആണ്. അത് ഈ സിനിമയുടെ പ്രൊമോ സോങ് ആയി റിലീസിന്റെ സമയത്തായിരിക്കും പുറത്തുവിടുന്നത്. So now we have a small treat for all of you. ഈ ഒരു പാട്ടിന്റെ ചെറിയൊരു മേക്കിംഗ് വീഡിയോ നമുക്ക് ഈ സമയം സ്ക്രീനിൽ കാണാം. And sung by Srinath Bhasi. So ladies and gentlemen, നമ്മുടെ ഒഫീഷ്യൽ ലോഞ്ച് ഇവന്റ് ഓൾമോസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി വളരെ മധുരമേറിയ ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വി ഹാവ് എ സ്മോൾ കേക്ക് കട്ടിംഗ് സെറമണി. അപ്പം ഈ ഒരു കേക്ക് കട്ടിങ്ങിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിനെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ സന്തോഷം മധുരം മുറിച്ച് മധുരം പങ്കുവെച്ച് നമ്മൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. സോ എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റും സ്റ്റേജിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. Together let's cut the cake and celebrate this occasion. We have a very beautiful cake here. നമ്മുടെ സിനിമയുടെ പേരൊക്കെ ബ്യൂട്ടിഫുള്ളി എഴുതിയ ഒരു കേക്ക് ഇവിടെ ഉണ്ട്. And now I need all of you, all the cast and crew members, Salam sir, actors, producers, എല്ലാവരും സ്റ്റേജിലേക്ക് വരണം. Gopi Sundar sir, you are the man of the day. Let's have you here on stage. Shankar, Chef Pillai sir, everybody, എല്ലാ cast and crew members, Matthew, Tini Tom Cheta, Gabri, Chaitanya, Bappa, Siddhika, please. We would love to have you on stage. ഈ ഒരു കേക്ക് കട്ടിങ്ങിന്റെ ഭാഗമാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ്, ഇവിടെയുള്ള എല്ലാ ഗസ്റ്റുകളും സ്റ്റേജിലേക്ക് വരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഈ ഒരു കേക്ക് മുറിക്കുന്നതാണ്. ലെറ്റ്സ് ക്രിയേറ്റ് സം ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആൻഡ് സെലിബ്രേറ്റ് our movie ഉടുമ്പൻചോല വിഷൻ.